ഇപ്പോൾ നമ്മളെ ചാനലത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് വാലൻറ്റൈൻസ് ഡേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു ബൊക്കറ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൊക്കറ്റിൻ്റെ റോസ് ഫ്ലവേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കണ മാതിരി ഇങ്ങനെ സ്പേസ് ഇട്ട് ക്രോസ് ആക്കിയിട്ട് നമ്മൾ ടിഷ്യൂ മടക്കി കൊടുക്കണം. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഉറുമ്പ് മനുഷ്യനെ മെനക്കെടുത്താവുന്നൊക്കെ അതിൻ്റെ ഇടയിൽ അതിനൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് വാട്ടറാണിത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വല്ല ബ്രഷല്ലേ ബഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് എടുക്കാൻ പോകല്ല, മടിയുണ്ട് കാട്ടിയാണ്. ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് നമ്മൾ ആക്കിയ സൈഡിൽ കുറച്ചതുപോലെ ആക്കി കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഫോൾഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റിക്ക് എത്തുമ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഒരു അപ്പിയറൻസിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം എത്താനായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു റോസിൻ്റെ ഒരു ഇതിക്ക് എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എത്തിയിട്ട് നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയൊക്കെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു 3 ഫോൾഡ് അടിയിൽ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു റോസ് ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ടോട്ടൽ 13 റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര റോസ് ഫ്ലവർ വേണം നിങ്ങളെ ബൊക്കറ്റിൻ്റെ ഒരു അപ്പിയറൻസിന്. നിങ്ങൾക്ക് ചെറിയ ബൊക്കറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 to 8 5 അതെടുക്കുക. ഒരു മീഡിയം ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ മാതിരി ഒരു 13 ഉണ്ടായിപ്പോകും. നല്ല ലാർജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 33 ഒക്കെ ഉണ്ടാക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഈർക്കിളിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും സ്റ്റിക്കോ വുഡൻ സ്റ്റിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഈർക്കിളി മതി. ഇനി നെക്സ്റ്റ് നമ്മളൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ബോട്ടിലിൻ്റെ കുറച്ച് മേലായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ടാപ്പ് ഓയിൽ യൂസ് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന മാതിരി വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റിക്കും ടിഷ്യൂ പേപ്പറിൻ്റെ അതുകൂടി കൂട്ടി നമുക്ക് നേരെ കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കൂടി നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. ഫസ്റ്റ് ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഫ്ലവേഴ്സ് ചെയ്യാൻ ബാക്കിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ ഫ്ലവേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ ഒരു ഫ്ലവർ വെക്ക എടുക്കണം. അതിന് ശേഷം അതിൻ്റെ ചുറ്റോറ് നമുക്ക് ഫെവിക്കോളൊന്ന് അപ്ലൈ ആക്കി കൊടുക്കുക. വീഡിയോയിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് നേരെ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു 6 ഫ്ലവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ നേരെ റൗണ്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ 6 വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ചക്കി ചൊളിക്കാനല്ല പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൈമ ഫുള്ള് ഗ്ലൂ ഒക്കെ ചെയ്യും. നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം. ഇനി ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണം. ഇനി ഈ 6ൻ്റെ ഓരോന്നിൻ്റെ ഗ്യാപ്പിൽ കൂടി നമുക്ക് കാണുമല്ലേ, രണ്ടിൻ്റെയും കൂടി 2 ഫ്ലവേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഗ്യാപ്പിലായിട്ട് ബാക്കിയുള്ള
6 ഫ്ലവേഴ്സ് സ്പോഞ്ചും ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും കൂടി ആ സ്പോഞ്ചിക്ക് അങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്ക് ഫുള്ള് വെച്ചിട്ട് കാണാം കേട്ടോ. എല്ലാം വെച്ച് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിനിമം ഒരു മണിക്കൂർ എന്താണേലും ഒന്ന് റെസ്റ്റിന് വെക്കണം, അതൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നമ്മളെ ഫ്ലവേഴ്സ് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കൊടുത്തു നോക്കാം. അപ്പോൾ കുളമാവുന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച മാത്രമല്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ബ്ലൂ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളറും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ റെഡും കൂടി എടുത്തു. ഇത് വേർമിലിയൻ എന്ന് പറയുന്നത് റെഡ് കളറാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ എടുക്കാം, പക്ഷേ ഒരു മിനിമലായിട്ടുള്ള കളേഴ്സൊക്കെ എടുക്കണമാവും ഒന്നുകൂടി ഭംഗി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു റെഡും കൂടി ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെഡും കൂടിയും ആഡ് ചെയ്യുമ്പോൾ റെഡും ബ്ലൂവും മിക്സ് ചെയ്ത് അവിടെ ഒരു പർപ്പിളും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഞാനിപ്പോൾ ആഡ് ചെയ്യണത് ഗ്ലിറ്ററാണ്. എൻ്റെ ഗ്ലിറ്റർ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ ഗ്ലിറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഗ്ലിറ്റർ ആക്കിയിട്ടുണ്ട്, പക്ഷേ ചില സ്ഥലത്ത് കൂടെയൊക്കെ ഗ്ലിറ്റർ കൂടി എടുത്ത് നിങ്ങൾക്കൊരു ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടാവും, പക്ഷേ ക്യാമറേൻ്റെ പ്രോബ്ലമാണ്. നേരിട്ട് കാണുമ്പോൾ ബ്ലാക്ക് അല്ല. ഇപ്പോൾ ഇത് നമുക്കിനി കുറച്ച് രസത്തിന് മാറ്റി വെക്കാം. ഇനി നമ്മളെപ്പോഴും ഷോപ്പിലൊക്കെ ഉപയോഗിക്കാൻ കിട്ടുന്നൊരു കവറാണ് ഈ ഒരു ബ്രൗൺ കവർ. ഈ കവർ എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്കൊന്ന് കട്ട് ചെയ്യണം. 2 പീസാക്കിയിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്ലൂ ആക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബൊക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും സ്പീഡാക്കിയതാണ്. ഇതുപോലെ സ്പോഞ്ചിന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം, ഒന്ന് നല്ല സ്റ്റിക്കായിട്ട് നിൽക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു റെഡ് റിബൺ എടുത്തിട്ട് ഒന്ന് ഫസ്റ്റ് നോർമൽ എന്താ പറയുക റോപ്പിങ് ചെയ്തിട്ടൊരു ബോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കട്ടിങ്ങൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മൾ ബോൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇല്ലാതെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ബോ അല്ല ബൊക്കറ്റ് നിങ്ങൾ കണ്ടിട്ട് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. വീഡിയോ ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് എല്ലാവരും നിങ്ങളെ വാലൻറ്റൈൻ ഇതുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പിന്നെ വാലൻറ്റൈൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വീട്ടിൽ വെക്കണം കേട്ടോ. ബൈ.